സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് അങ്ങ് ശീലിച്ചു പോയി. കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളും നോമ്പും ഒന്നും വേസ്റ്റ് ആണ്, സ്വീകരിക്കൂല. എന്തിനിങ്ങനെ കളവ് പറഞ്ഞിട്ട് അല്ലാണ്ടൊക്കെ പോകുന്നത്? കഴിവതും കളവ് പറയാൻ പാടില്ല. രണ്ടാമത് ഗീബത്താണ്. ഒരാളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു അക്ബർ. നമ്മൾ മൊത്തം ഗീബത്താണ്, നമ്മൾ അമലൊക്കെ പോന്ന് പറയാം. ഗീബത്ത് എന്താ? ഒരാളിൽ ഉള്ള കാര്യമാണല്ലോ നബിയെ ഞങ്ങൾ ഈ പറയുന്നത്. അതെ, ഒരാളിൽ ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് അപരാധമാണ്. ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. അതുകൊണ്ടാ പറഞ്ഞത് ഖൂലു ഖൗലൻ സദീദാ. ഒരു സംഭവം പറഞ്ഞു തരാം, ഹദീസിൽ നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കള്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബാക്കള് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് പോയപ്പോ അവർക്ക് ഭക്ഷണം ഒരുക്കി വെക്കാൻ ഒരു പ്രത്യേകമായ ഒരു കുക്കിനെ ഏർപ്പാട് ചെയ്തിരുന്നു. അവര് പാതിരാത്രിയായി ദീനിന്റെ പ്രബോധനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ആ കുക്ക് ഉറങ്ങിപ്പോയി. ഭക്ഷണം ഉണ്ടാക്കില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു വിശന്നിട്ടാണ് വന്നത്. ഭക്ഷണമില്ല. ആള് ഉറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തെ വിളിച്ച് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു വിട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. അദ്ദേഹം പോയി, ആ കുക്ക് പോയി, ആ ഭണ്ഡാരി ചാപ്പാട് വെക്കുന്ന ഉസ്താദ്, അദ്ദേഹം നേരെ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അയാൾ ഒരു വല്ലാത്ത പണിയല്ലേ കാണിച്ചേക്കാം. നമ്മളെ ചാപ്പാട് വെച്ച സാർ തരേണ്ട സമയത്ത് ആൾ കിടന്ന് ഉറങ്ങിക്കളഞ്ഞല്ലോ. ഇതേ പറഞ്ഞോളൂ സംഭവം. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട സമയത്ത് അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയല്ലോ. നബി തങ്ങളുടെ അരികിലേക്ക് ഈ സ്വഹാബി എത്തിയപ്പോ, നബിയെ ഇങ്ങനെ ഒരു സംഭവം വന്നൊരു തെറ്റുപറ്റിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അവര് വിശക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞു, അബൂബക്കർ ഉമറിനോട് പോയി പറ, അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറ. തിരിച്ച് അദ്ദേഹം വന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇവർക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ, ഇല്ല നബിയെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി വെച്ചു, പക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, അദ്ദേഹം എന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു ഗീബത്ത് പറഞ്ഞില്ലേ? അദ്ദേഹം ഉറങ്ങിപ്പോയെന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ആ പണ്ടാരക്കാലം മോശമായിരുന്നു, ഇവനെയൊക്കെ എന്തിനാണ് ഈ കുക്കാട്ട് ഇവിടെ എടുത്തത്, ഇവനെ വെറുതെ ശമ്പളം കൊടുത്തിട്ടേക്കുന്നത്, വെറുതെ ഇതൊന്നും പറഞ്ഞില്ല. അയാളെ ഉറങ്ങിപ്പോയല്ലോ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അത് ഗീബത്തായി പോയി. അതിലൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളുടെ പല്ലുകൾ അതിന്റെ ഇറച്ചിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ആലോചിച്ച് നോക്കി, നമ്മളപ്പോ നമ്മുടെ ഇബാദത്ത് വല്ലതും ശരിയാവോ? ഇതിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ കല്ലെടുത്തിടുന്നത്, സംസാരിക്കാതിരിക്കുക. അതാ ഏറ്റവും നല്ലത്. ഉത്തമമത മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ? നിങ്ങളുടെ വാ തുറന്നാൽ നല്ലത് പറ, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരി. ആഖിബത്ത് മോശമാവും. ഇന്നക ലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. എന്താണ് ഇവൻ സംസാരിച്ചതെന്ന് അറിയാൻ പറ്റാതെ അവസാനം മരിക്കുമ്പോ ആഖിബത്ത് മോശമായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിക്ക്, ഞാൻ ഈ പറയുന്നത് ജനങ്ങൾക്ക് പറ്റിയതാണോ, ഉൾക്കൊള്ളാൻ പറ്റിയതാണോ ഇല്ലോ എന്ന് ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. എടുത്ത് ചാടി സംസാരിക്കാൻ പാടില്ല. ഇതിനാണ് വെള്ളിയാഴ്ച താക്കി തരുന്നത്, റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ വായിന്ന് വരുന്നത് എന്തായിരിക്കും? പള്ളികൾ, ഞാൻ എത്രയോ പള്ളിയിൽ ഹത്യമായിട്ടിരുന്ന ആളെ ഇപ്പോൾ ഇരിക്കുന്ന ആളെ കാണുന്നതുകൊണ്ടായി പറയുന്നത്. റമദാൻ മാസം ആകുമ്പോ രണ്ട്